MMPC 001-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, സിഗ്നിഫിക്കൻസ്, സ്റ്റെപ്സ്. ആദ്യം നമുക്ക് പ്ലാനിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ആദ്യത്തേതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഫംഗ്ഷനാണ് പ്ലാനിങ്. Nothing can affect the success and failure of a business more than the planning function of an enterprise. ഒരു ബിസിനസ്സിൻ്റെ സക്സസും ഫെയിലിയറും നിർണ്ണയിക്കുന്നതിൽ പ്ലാനിങ്ങിന് വളരെ വലിയൊരു പങ്കുണ്ട്. മറ്റേതൊരു ഫാക്ടറും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്ലാനിങ് അഫക്റ്റ് ചെയ്യും. Planning is the management function initiates with the setting business objective and determining various courses of actions to achieve stated objectives. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യുന്നത് മുതൽ ആ ഗോൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വാരിയസ് കോഴ്സസ് ഓഫ് ആക്ഷനിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതും വരെയുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് പ്ലാനിങ്. Urwick stated that planning is a mental predisposition to do things in an orderly way, to think before acting and to act in the light of facts rather than guesses. It is a mental process of selecting the best of alternative resources to achieve organizational goals following predetermined standards. ഈ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ്സാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കുന്നതാണ് പ്ലാനിങ്. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് റിസോഴ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ് പ്ലാനിങ്. ഇൻ വേർഡ്സ് ഓഫ് കൂൺസ് ആൻഡ് ഓഡോണൽ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. Planning bridges the gap between where we are to where we want to go. It makes possible things to occur which would not otherwise occur. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ബൈ ഡിസൈഡിങ് അപ്പോൺ ദ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത് എന്നതിലാണ് പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത്. Planning is a primary function. It precedes all functions of management, that is organizing, staffing, directing and controlling. ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇവയ്ക്കെല്ലാം മുന്നേ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഫങ്ഷനാണ് പ്ലാനിങ്. Planning is pervasive as it is required at all the levels of management, but its scope may vary. പ്ലാനിങ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും ആവശ്യമാണ്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും എല്ലാ ലെവലിലും പ്ലാനിങ് അത്യാവശ്യമാണ്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് ആസ് പ്ലാൻസ് നീഡ് ടു ബി മാഡ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ടിൽ ആൻ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. പ്ലാനിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒരു പ്ലാൻ അവസാനിക്കുമ്പോൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. Planning is futuristic as it seeks to meet future events effectively to the best advantage of an organization. Planning is therefore called a forward-looking function. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് നേടാനുള്ളൊരു ഗോൾ, അത് എങ്ങനെ നേടണം എന്ന് നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യുന്നതാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാനിങ്ങിനെ ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ എന്നും പറയാം. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് rational thinking to choose the best alternative among the various available alternatives in order to achieve the desired goals efficiently and effectively. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ആണ്. Planning is a mental exercise as it is based on intellectual thinking involving foresight, visualization and judgment rather than guesswork. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ എക്സസൈസ് കൂടെയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുകയും നമുക്കൊരു ഫോർസൈറ്റും വിഷ്വലൈസേഷനും ജഡ്ജ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് ഗസ്സിനേക്കാൾ കൂടുതൽ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.